ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശാരികയുടെ കൊച്ചവിടെ കിടന്ന് കരയുന്ന കണ്ടുകൊണ്ട് രാഘവേട്ടൻ ആകെ ദേഷ്യം വരുന്നുണ്ട്. പൊന്നി, ആ കൊച്ചിൻ്റെ കരച്ചിൽ നീ നടക്കുന്നുണ്ടോ? അപ്പോൾ പിള്ളച്ചേട്ടൻ പറയുവാണേ, രാഘവൻ സാറേ, ആ കൊച്ചൊരു സാധാരണ കൊച്ചല്ല, ആ കൊച്ചിൻ്റെ ജനനം തന്നെ ഒരു വശപ്പശക പിടിച്ചതാ. എടോ പിള്ളെ, താൻ എന്തൊക്കെയാടോ ഈ പറയുന്നത്? സാറേ, കൊച്ചതിൻ്റെ അമ്മയുടെ വയറ്റിൽ ജന്മം എടുത്തപ്പോഴേ അതിൻ്റെ മുത്തശ്ശി, അതായത് ശാരദാമ്മ, ആ വീട്ടിൽ നിന്ന് തന്നെ ഓടിപ്പോകേണ്ടി വന്നു. കുടുംബശ്രീ വീടിൻ്റെ നെടുന്തൂണായ ശാരദാമ്മയെ വരെ ഇറക്കി വിട്ടിട്ടാണ് ഈ കൊച്ചിൻ്റെ വരവ്. ജനിച്ച ഉടനെ തന്നെ തള്ളയെ കൊല്ലാനും നോക്കി. താൻ എന്തോടെ പിള്ളേ പറയുന്നത്? തള്ളയെ കൊല്ലാൻ നോക്കിയെന്നോ? അയ്യോ എൻ്റെ രാഘവൻ സാറേ, ഈ കൊച്ചിനെ പ്രസവിച്ചതിനൊക്കെ ശേഷമല്ലേ ഇതിൻ്റെ തള്ള ശാരിക ട്രെയിനിൻ്റെ മുന്നിൽ പോയി ചാടിയത്? അതുമാത്രമാണ്, ഒരു ചിറ്റയുണ്ടല്ലോ ശ്യാമ, നമ്മുടെ രോഹിത്തിൻ്റെ ഭാര്യ, അതിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താ? ഭ്രാന്ത് പിടിച്ച പോലല്ലേ ഓടി നടക്കുന്നത്. ശാലിനി കുഞ്ഞിന് വല്ല സ്വസ്ഥതയുണ്ടോ? പോലീസ് സ്റ്റേഷനും കേസും വകുപ്പും എല്ലാം ഈ കൊച്ചു തന്നെയല്ലേ ഉണ്ടാക്കി വെച്ചത്. അതെങ്ങനെയാണോ ഈ കൊച്ചിതിന് കാരണക്കാരിയാകുന്നത്? സാറേ, ആ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്ട് ഇവിടെ നിന്നതേ ഉള്ളൂ. അപ്പോഴേക്കും സത്യാമ്മ വന്ന് ആ കൊച്ചിനെ ഒന്ന് എടുത്ത്. അത്രേ ചെയ്തുള്ളൂ സത്യാമ്മ. അപ്പോൾ തന്നെ പോലീസ് വന്ന് സത്യാമ്മയെ അറസ്റ്റ് ചെയ്തോ? ഈ കൊച്ച് ജനിച്ച നാൾ മുതൽ തുടങ്ങിയ പ്രശ്നം അസുര ജന്മമാ സാറേ, നിൽക്കുന്നിടം കുലം മുടിക്കും. പിള്ളയുടെ വാക്ക് കേട്ട് രാഘവേട്ടനും ആകെ സംശയത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുക. ശാരികയുടെ കുഞ്ഞ് വീണ്ടും കരയുന്നുണ്ട്. പൊന്നി, ആ കുഞ്ഞിൻ്റെ കരച്ചിലടക്കാൻ നോക്കുക. പിള്ള പറയും, പൊന്നി, അങ്ങനെയൊന്നും എളുപ്പമായി കൊച്ചിൻ്റെ കരച്ചിലടക്കാനൊന്നും നോക്കണ്ട, ഇത് സാധാരണ കൊച്ചൊന്നുമല്ല, എന്തോ കരുതിക്കൂട്ടിയുള്ള കരച്ചിലാ. പൊന്നി ചോദിക്കുക, ഈ പൊടിക്കൊച്ചോ? പൊന്നി, അങ്ങനെയൊന്നും നീ വിചാരിക്കണ്ട. ഇപ്പോൾ ഈ കൊച്ചിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയാം? പൊന്നിയെ കൊണ്ട് ഇവിടെ ഉള്ളവർക്ക് ആർക്കും ഒന്ന് കഴിക്കാൻ ഉണ്ടാക്കിപ്പിക്കത്തില്ല, ഞങ്ങളെയൊക്കെ പട്ടിണിക്കാണ്. ആ ഒരു ലക്ഷ്യം വെച്ചാൽ ഈ കൊച്ചിവിടെ കിടന്നിങ്ങനെ കരയുന്നത്. ഒന്ന് പോ പിള്ളച്ചേട്ടാ, വെറുതെ പിഞ്ചു കുഞ്ഞിനെ കുറിച്ച് അതും പറയാതെ. ഞാൻ പറയുന്ന സത്യവരാഘവൻ സാറേ, ഈ കൊച്ചിനെ ഇവിടെ നിർത്താനാണ് ഭാവമെങ്കിൽ ഈ കൊച്ച് ഈ കുടുംബം തകർത്ത് തരിപ്പണമാക്കും. എല്ലാവർക്കും പണി കിട്ടും, ഉറപ്പായിട്ടും പണി കിട്ടും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ആകെ മാനസിക നില തെറ്റി നിൽക്കുന്ന രാഘവൻ നായരോടാണ് പിള്ള ഇങ്ങനെയൊക്കെ പറയുന്നത്. പിള്ളയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ശാലിനിയുടെ അടുത്ത് പോയി പറയട്ടെ. അതോടെ പിള്ളയുടെ ചീട്ട് അവിടെ നിന്ന് കീറും. ശാലിനി കരുണാശ്രമത്തിൽ വന്നിരിക്കുവാൻ. അവിടെയാണ് സുസ്മിതയുള്ളത്. ശാലിനി ഇങ്ങനെ സുസ്മിതയെ കാത്തിരിക്കുമ്പോൾ സുസ്മിത അങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, നീയായിരുന്നോ? എന്നെ കാണാൻ ഒരു VIP വന്നു എന്നറിഞ്ഞപ്പോൾ ഒരിക്കലും നീയാണെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ നീ എന്ത് കരുതിയടി? നിന്നെ കാണാൻ ദേവലോകത്തൊന്നും ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപ്പട്ടര് വരുമെന്ന് വിചാരിച്ചോ? എന്തിനാ ശാലിനി ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപ്പട്ടരെ മാത്രമാക്കുന്നത്? ദേവലോകത്തുള്ള സകല ദേവന്മാരെ ദേവകന്യകമാരെയും ധ്യാനത്തിലൂടെ ഈ കൺമുന്നിൽ എത്തിക്കുന്ന നിനക്ക് കാണുമോ? നിന്റെ മുന്നിൽ പണ്ട് അന്താള് ചോച്ചാനിച്ച് നിൽക്കുന്ന സുസ്മിതയല്ലിതിപ്പോൾ. യോഗീശ്വരാനന്ദ സ്വരൂപം, ശ്രീ സ്വരൂപാനന്ദ തിരുവടികൾ അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യയും, ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ മുഖ്യ ഉപദേഷ്ടാവും ഒക്കെയാണ്. ഇവിടുന്ന് ചരട് വലിച്ച തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുറ്റത്ത് നിൽക്കുന്ന മൂവാണ്ടമ്മാവ് കാറ്റ് വന്നാൽ ഏത് ദിശയിലോട്ട് ചലിക്കുമെന്ന് പറയാൻ പറ്റും. അത്രയ്ക്ക് ദിവ്യ ദൃഷ്ടിയാ മോളെ ഈ കാവ്യ വേഷത്തിന്. അല്ല, എന്താ ഈ വരവിൻ്റെ ഉദ്ദേശം? എവിടുന്നോ ഒരു അടി കിട്ടിയ ലക്ഷണമുണ്ടല്ലോ. എടി സുസ്മിതെ, നീ പണ്ടും എൻ്റെ കുടുംബത്തിൻ്റെ അടിവേര് മാന്തി എടുക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അന്നൊക്കെ നിന്നെ നിലയ്ക്ക് നിർത്തി സംരക്ഷിച്ച സത്യാമ്മയെ തന്നെയാ നീ ഇപ്പോൾ അകത്താക്കിയിരിക്കുന്നത്. ഓഹോ, അപ്പോൾ മൊഴി ചോദിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അംഗരക്ഷകരാരും ഇല്ലാതെ ഉണ്ണിയാർച്ച തന്നെ ഇറങ്ങി വരേണ്ടി വന്നു. എന്താ നീ കയ്യിൽ കരുതിയിരിക്കുന്നത്? പരിചയോ അതോ വാളോ? അതോ ഒരിക്കലും ചെലവാകാത്ത നിന്റെ കൊനിഷ്ഠ ബുദ്ധിയോ? എടി, വെറും പേനാക്കത്തിൽ തീരേണ്ടവളെ ആരെങ്കിലും വാളുകൊണ്ടും പരിചയം കൊണ്ടും നേരിടുവോടി? നീ എന്തൊക്കെയാണെന്ന് സ്വയം വിചാരിക്കുന്നു. ആ അഹന്തയിൽ സ്വയം അഹങ്കരിക്കുക. ഞാൻ നിന്നോട് മുൻപും പറഞ്ഞിട്ടുണ്ട്. ഭിത്തിയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന പല്ലിയുടെ കഥ. മുകൾ ഭിത്തിയിൽ അള്ളിപ്പിടിച്ചിരുന്ന് താഴോട്ട് നോക്കുന്ന പല്ലിക്ക് തോന്നും ഇത് മുഴുവൻ താങ്ങിപ്പിടിച്ചിരിക്കുന്നത് താനാണെന്ന്. പക്ഷേ കൈ ഒന്ന് വിട്ടാൽ തലയും കുത്തി നിലത്താ. കാഷായ വേഷം കെട്ടി നീ എന്നെ കളി പഠിപ്പിക്കാൻ വരല്ലേ. വന്നാൽ പിന്നെ നീ കരയും. ഇതുപോയ തെറ്റിനൊക്കെ പ്രായച്ചിത്തം പറഞ്ഞു തന്നെ നീ കരയും. തോമസേഖനെ മുൻനിർത്തി നീ കളിച്ച ഫോർവേഡ് കളിക്കേ നീയായിട്ട് തന്നെ തീർപ്പ് കൽപ്പിക്കണം. അതല്ല നിന്റെ പഴയ പകയുമായിട്ട് എൻ്റെ കുടുംബത്തിലോട്ട് വരാനാണ് ഭാവമെങ്കിൽ അത് നിന്റെ നാശത്തിലേ ചെന്ന് അവസാനിക്കത്തുള്ളൂ. അത്രയും നേരം അതൊക്കെ കേട്ടിട്ട് സുസ്മിത പറയാം, ഈ ചിരട്ട കത്തിച്ചുണ്ടാകുന്ന കനലിനൊരു പ്രത്യേകതയുണ്ട്. അത് ഇതുപോലെയുള്ള ചെറിയ കാറ്റ് വന്നാൽ എരിഞ്ഞോണ്ടിരിക്കും, കെടാതെ. അതുപോലെ എൻ്റെ ഉള്ളിലും ഒരു കനലുണ്ടടി. അതെൻ്റെ ഉള്ളിലോട്ട് കടത്തിവിട്ടത് നീയും നിന്റെ വിഷ്ണുവും കൂടിയാ. വർഷം എത്ര കഴിഞ്ഞാലും അത് കെടാതെ ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നത് എന്തിനാണെന്നറിയോ? എന്നെ എങ്ങനെയൊക്കെ ഒറ്റപ്പെടുത്തിയോ നീ ഒറ്റപ്പെടണം. ഒരാശ്രയമില്ലാതെ നീ നാട് മുഴുവൻ അലയണം. ഇതിന് നിന്റെ ഉദ്യോഗ പരിവേഷത്തിൽ നിന്ന് എന്നേക്കുമായി പടി അടച്ചിറക്കി വിടണം.
ഇനി എൻ്റെ ലക്ഷ്യവും അതുതന്നെ, ഒരുങ്ങിയിരുന്നോ 1000 പകയുടെ ഫലം അനുഭവിക്കാൻ. ഈ ആശ്രമത്തിൽ നിന്ന് ഉയരുന്ന നാമജപം കേട്ടിട്ട് പോലും നീ നന്നാകുന്നില്ലല്ലോടി സുസ്മിതേ. നിന്റെ ഓരോ പ്രവൃത്തി ഇവിടെ ഇന്നല്ലെങ്കിൽ നാളെ ചോദ്യം ചെയ്യപ്പെടും. അന്ന് നീ ഈ ശക്തിക്ക് മുന്നിൽ നീ എന്ത് മറുപടിയാടി പറയാൻ പോകുന്നത്? നീ ഓർത്തു വെച്ചോ, വിശ്വാസം വിറ്റ് കാശാക്കുന്ന നിന്റെ പ്രവർത്തികൾക്ക് നീ തന്നെ സമാധാനം പറയേണ്ടി വരും. അന്ന് നിന്റെ ഈ മനസ്സ് പോലും നിനക്ക് കൂട്ടിനുണ്ടാവില്ല. നീ ഓർത്ത് വെച്ചോ. എന്നിട്ട് നേരത്തെ തന്നെ ഏതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിലോട്ടൊരു മുറി നീ ബുക്ക് ചെയ്ത് വെച്ചോ. എടീന്ന് വിളിച്ചോണ്ട് സുസ്മിത ശാലിനി അടിക്കാനായിട്ട് കൈ ഓങ്ങുമ്പോൾ ശാലിനി അവിടെ കൈ പിടിച്ച് തിരിച്ചോടിച്ചൊരൊറ്റയേറ്. നീ ഇപ്പോൾ സന്യാസിനിയുടെ വേഷത്തിലാ. ക്ഷമയുടെ നെല്ലിപ്പലകയോളം സഹനശക്തി വേണ്ടവരാ. പക്ഷേ എനിക്ക് വേണമെങ്കിൽ നിന്നെ ഒരു അടിയടിക്കാം. ഞാനത് ചെയ്യുന്നില്ല. പക്ഷെ നീയല്ല ഞാൻ. വരട്ടെ, ഇത് അവസാനത്തെ താക്കീതാ. ഇനി എൻ്റെ ജീവിതത്തിലോട്ടെങ്ങാനും നുഴഞ്ഞു കയറാൻ വന്നാൽ ഇപ്പം ഈ കാണിച്ച മര്യാദയൊന്നും അന്ന് ഞാൻ കാണിക്കത്തില്ല. വരട്ടെടി കള്ള സന്യാസിനി എന്ന് പറഞ്ഞിട്ട് ശാലിനി അവിടെ നിന്ന് പോവാ. സുസ്മിത ആകെ ഒരുമാതിരി പരുവത്തിലായി. ഇതൊക്കെ വേണ്ടായിരുന്നോ എന്നൊരു ചിന്ത. ഐസിയുയിൽ കിടക്കുന്ന ശാരിക എടുത്ത് ഗോപാലകൃഷ്ണൻ പോയിരിക്കുക. ശാരിക പറയാം, എനിക്കൊന്നും കേൾക്കണ്ട. എൻ്റെ മോൾ എവിടെ അച്ഛാ? അത് മാത്രം എന്നോടൊന്ന് പറ. എൻ്റെ മോളെ അച്ഛൻ എന്താ ചെയ്തത്? എന്താ അച്ഛൻ ഒന്നും മിണ്ടാത്തത്? അത് പിന്നെ മോളെ എന്താ അച്ഛാ അച്ഛനൊന്നും പറയാത്തത്? അത് ഞാൻ ചോദിക്കുന്ന എൻ്റെ സ്വന്തം മോളുടെ കാര്യം. മോളെ അച്ഛൻ അങ്ങനെ ചെയ്യേണ്ടി വന്നതാ. മോളെ എനിക്ക് അവിടെ ഏൽപ്പിക്കേണ്ടി വന്നു. എവിടെ അച്ഛാ? ശാലിനിയുടെ കയ്യിൽ. സത്യാമ്മയുടെ വീട്ടിൽ. അവിടെ ആകുമ്പോൾ മോള് കുറച്ചുകൂടെ സുരക്ഷിതയായിരിക്കുമെന്ന് അച്ഛന് തോന്നി. പിന്നെ പപ്പിയും സത്യമൊക്കെ അവിടെ ഉണ്ടല്ലോ. എവിടെയായാലും കുഞ്ഞു സന്തോഷമായിട്ട് ഇരുന്നാൽ പോരെ മോളെ. ഞാൻ എൻ്റെ കൊച്ചിനെ അച്ഛനെയല്ലേ ഏൽപ്പിച്ചത്? ശാലിനിക്ക് ജോലിയുള്ളതല്ലേ. പിന്നെ ആരാ അവിടെ എൻ്റെ കൊച്ചിനെ നോക്കുന്നത്? നമ്മുടെ വീട്ടിൽ കിട്ടാത്ത സുരക്ഷിതത്വം പിന്നെ എവിടെ കിട്ടാനാച്ചാ? മോളെ, ശ്യാമ ഒരു തരത്തിലും കുഞ്ഞിനെ അവിടെ നിർത്തുന്നില്ല. അവളുടെ സ്വഭാവം മോക്കറിയാമല്ലോ. എല്ലാം ഒറ്റയ്ക്ക് നേടണം, ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ട് പോകണം. ജീവിക്കുന്നത് ഒറ്റയ്ക്ക്. കൂടപ്പിറപ്പുകളില്ല, മിത്രങ്ങളില്ല, ഒരാളോട് സ്നേഹമോ കരുണയോ ഇല്ല. സ്വന്തം കാര്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജീവിതം. അപ്പോഴവളുടെ മുന്നിൽ ഇത്തിരി പോലെ ഈ കുഞ്ഞിനെ എങ്ങനെയാ മോളെ ഏൽപ്പിക്കുന്നത്? അതുമാത്രമല്ല, ഇപ്പോഴാണെങ്കിൽ അവളുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങളും ഉണ്ട്. ഒരു ഭ്രാന്ത് പിടിച്ച രീതിയിലാണ് ചില നേരത്തെ സംസാരവും വാശിയും ഒക്കെ. അങ്ങനെയുള്ള ഒരാളിൻ്റെ അടുത്ത് എങ്ങനെയാ മോളെ അച്ഛൻ വിശ്വസിച്ച് കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത്? അതുകൊണ്ട് മാത്രമാണ് മോളെ അച്ഛൻ ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. ഈ മോൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇന്ന് തന്നെ പോയി കുഞ്ഞിനെ തിരിച്ചെടുത്തോണ്ട് വരാം. അപ്പോഴേക്കും ശാരികയ്ക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ശാരിക ഇങ്ങനെ ശ്വാസം വലിക്കുവാണ്. അയ്യോ മോളെ, മോൾക്ക് എന്തു പറ്റി? ഡോക്ടറെ എന്നിങ്ങനെ അലറി വിളിക്കുവാണ് ഗോപാലകൃഷ്ണൻ. ഡോക്ടറെ ഡോക്ടറെ എന്ന് വിളിച്ചുകൊണ്ട് ഓടുവാണ് ഗോപാലകൃഷ്ണൻ. അപ്പോഴെതിരെ വന്ന സിസ്റ്റർ, എന്താ? അയ്യോ ശാരിക സംസാരിച്ചുകൊണ്ടിരിക്കുക, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, ഡോക്ടറെ എളുപ്പമൊന്ന് വിളിക്കാമോ? അതിനെന്താ, ഞാൻ ഇപ്പോൾ വിളിച്ചുകൊണ്ട് വരാമല്ലോ എന്ന് പറഞ്ഞ സിസ്റ്റർ ഡോക്ടറെ വിളിക്കാൻ പോവുക. ഡോക്ടർ ഓടി വരുന്നുണ്ട്. ഡോക്ടർ എന്നിട്ട് ശാരികയെ നോക്കിയിട്ട് ഗോപാലകൃഷ്ണനെ വഴക്ക് പറയാം. പേഷ്യൻറ്റിനെ അധികം സ്ട്രെയിൻ ചെയ്യിക്കരുതെന്ന് പറഞ്ഞതല്ലേ, നിങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങി നിൽക്കണം. ഡോക്ടർ അങ്ങനെ ശാരികയെ പരിശോധിക്കുക. ഈ സമയത്ത് ശ്യാമയെ ഹിപ്നോട്ടിസം ചെയ്യുവാണെന്ന് തോന്നുന്നു. രോഹിത് അവിടെ വെളിയിൽ നിൽക്കുന്നു. മയങ്ങിക്കിടക്കുന്ന ശ്യാമയോട് ഡോക്ടർ പറയുന്നു, നിങ്ങളിപ്പോൾ പൂർണ്ണമായി എൻ്റെ നിയന്ത്രണത്തിലാണ്. മറ്റൊന്നും ഇപ്പോൾ നിങ്ങളുടെ ചിന്തയിലില്ല. എൻ്റെ ശബ്ദം മാത്രമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഞാൻ എന്ത് ചോദിച്ചാലും അതിന് മറുപടി തരാൻ നിങ്ങൾ സന്നദ്ധയുമാണ്. പറയൂ, നിങ്ങളുടെ പേരെന്താ? ശ്യാമ. ശ്യാമയുടെ മനസ്സ് ഞാനിപ്പോൾ വായിക്കട്ടെ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശ്യാമ എനിക്ക് മറുപടി തരാം. എങ്കിൽ പറ, ശ്യാമ ഈ ഭൂമിയിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ആരെയാ? ശ്യാമ അതിന് ഉത്തരം പറഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ എന്തൊക്കെയോ ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ ശ്യാമയും മറുപടി പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ശ്യാമ മറുപടി പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നു, ഇപ്പോൾ ശ്യാമയെ എൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. സ്ലോലി വേക്കപ്പ് അങ്ങനെ പറയുന്ന ശ്യാമ പതുക്കെ കണ്ണൊക്കെ തുറക്കുന്നുണ്ട്. ശ്യാമ ഇപ്പോൾ പൂർണ്ണമായും എൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് മോചിതയായി കഴിഞ്ഞു. ഡോക്ടർ എന്നിട്ട് രോഹിത്തിനോട് വന്ന് പറയാം, നിങ്ങളെല്ലാവരും പറയുന്ന യാതൊരു പ്രോബ്ലവും ശ്യാമയിൽ എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ പറയാനുള്ളത് ശ്യാമയ്ക്ക് ആങ്സൈറ്റിയാണ്. അതിപ്പോൾ ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ചികിത്സിക്കുന്ന ഒരുപക്ഷെ ഗുണത്തിന് പകരം ദോഷം ചെയ്തൊന്നും വരാം. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ശ്യാമയുടെ മനസ്സിലുണ്ട്. ഒരമ്മയാകാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഉള്ളിൽ എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇതൊന്നും മനസ്സിനെ ബാധിക്കുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കാതിരിക്കുക. അമ്മമാരാകാൻ സാധിക്കാത്ത എത്രയോ സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെല്ലാം ഇതുപോലെ സങ്കടപ്പെട്ട് നടക്കുന്നവരല്ല. അവരുടെ പ്രവർത്തികൾ മറ്റു മേഖലകളിൽ പ്രവർത്തിച്ച് അവരുടെ സങ്കടം ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരാ. ഒരാളെ ഈശ്വരൻ 100% സന്തോഷം നൽകി ഇവിടെ സൃഷ്ടിക്കുന്നില്ല. 70% സന്തോഷം കിട്ടി ഭൂമിയിലോട്ട് വരുന്നവർ. ബാക്കി 30% സന്തോഷം അവൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. രോഹിത് പറയാം, ഒരു കുട്ടിയെ ഞങ്ങൾ വളർത്തിയതായിരുന്നു.
പക്ഷേ ആ കുട്ടിയെ അതിൻ്റെ അമ്മയെ തിരിച്ചേൽപ്പിക്കേണ്ടി വന്നു. ആ ഷോക്ക് തന്നെ ആയിരിക്കും മറ്റേ കുട്ടിയെ കാണുമ്പോഴും ശ്യാമയ്ക്ക് തോന്നുന്നത് എന്നിങ്ങനെ ഡോക്ടറും പറയുക. ശ്യാമയ്ക്ക് മരുന്നുകൊണ്ട് മാറ്റേണ്ട ഒരു അസുഖവുമില്ല. സ്നേഹം കൊണ്ടും പരിചരണം കൊണ്ടും മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ എൻ്റെ മരുന്നിന് പകരം രോഗത്തിൻ്റെ കെയറിങ്ങിനാണ് പ്രാധാന്യം. ശ്യാമയെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കുക, അത്രത്തോളം വലിയ മരുന്ന് ഈ ഭൂമി മലയാളത്തിൽ ആരും ഇതുവരെ കണ്ടുപിടിച്ചിട്ടേയില്ല. ഒരു സ്പർശനം മതി ഒരായുസിനെ പിടിച്ചു കെട്ടാനെന്നൊരു കവി എഴുതിയത് ചുമ്മാതൊന്നും അല്ല. പരസ്പരം സ്നേഹിക്കുകയും കുറ്റങ്ങളും കുറവുകളും പരസ്പരം ചർച്ച ചെയ്യുകയും ചെയ്യുക. മോശം സ്വഭാവങ്ങൾ പരമാവധി അവോയ്ഡ് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തിരിച്ചു വരും. ശ്യാമ സങ്കടത്തോടെ ഡോക്ടറോട് പറയാം, ഡോക്ടറെ എനിക്ക് നല്ലൊരു ഷോക്ക് തന്നാലും കുഴപ്പമില്ല, എനിക്ക് എന്നെ തന്നെ ഒന്ന് സ്വയം നിയന്ത്രിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ശ്യാമ അതിന് ചിന്തകളൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക. ഈ ലോകം നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറ്റുള്ളവർക്കും ഉള്ളതാണെന്ന് അങ്ങോട്ട് ചിന്തിക്കുക. അന്യൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ആവശ്യമില്ലാതെ എത്തി നോക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ സന്തോഷവും സങ്കടവും എല്ലാം ഉള്ളിലൊതുക്കി എനിക്ക് ജീവിക്കാൻ ഞാൻ പ്രാപ്തനുമാണ്. എനിക്കുള്ളതെല്ലാം വെച്ച് ഞാനൊരു സ്വർഗവും ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് എൻ്റെ ലോകം. അങ്ങനെ ഒന്ന് ചിന്തിച്ച് ജീവിച്ച് നോക്കിക്കേ. ഒരു ഷോക്കും തരാതെ ശ്യാമയുടെ അസുഖം ഞാൻ തന്നെ മാറ്റിത്തരാം. എന്താ ശ്യാമേ, പോരെ? ഡോക്ടറുടെ വാക്കുകളെ എനിക്ക് വിശ്വാസമുണ്ട്. ഇനി മുതൽ ഞങ്ങൾ അങ്ങനെ ജീവിക്കാം. അപ്പോൾ ഡോക്ടർ പറയാം, ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമായിക്കോട്ടെ. ഈ സമയം സെല്ലിൽ നിൽക്കുന്ന സത്യാമ്മയെ നോക്കി സോമശേഖരൻ മറ്റുള്ള പോലീസുകാരോട് പറഞ്ഞു കൊടുക്കുക, പൈസ ചോദിച്ച ആളുകളെയൊക്കെ വിറപ്പിച്ച പുള്ളിയല്ലേ, പ്രഷറും ഷുഗറും ഒക്കെ കാണും. നീ എന്തെങ്കിലും വന്നുപോയാൽ നമുക്ക് തന്നെയാ തലവേദന. അതുകൊണ്ട് വല്ലതുമൊക്കെ ചോദിച്ചാലും കൊടുത്തേക്കണം. നമ്മളുടെയൊക്കെ കയ്യിൽ നിന്നേ പലിശ ചോദിക്കുന്ന പോലെ തിരിച്ച് നമുക്കങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ പാവം പോലീസുകാരല്ലേ, കഴുത്തിറക്കുന്ന ബ്ലേഡും കൊണ്ടിരിക്കുന്ന പലിശക്കാരൊന്നും അല്ലല്ലോ. ആ സമയം ശിവൻ ആണ്ട പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുക. അവിടെ നിൽക്കുന്ന പോലീസുകാരൻ വെക്കുന്നത്, ഇവിടെയാണോ സത്യാമ്മയെ കൊണ്ടുവന്ന്? അതെ, എനിക്ക് സത്യാമ്മയെ ഒന്ന് കാണണം. അയ്യോ, അതിപ്പോൾ കാണാൻ പറ്റത്തില്ല. അത് താനാണോ തീരുമാനിക്കുന്നത്? സത്യാമ്മ കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, വിസിറ്റേഴ്സിനെ കാണിക്കാതിരിക്കാൻ. എന്താടോ അവിടെ എന്നിങ്ങനെ സോമശേഖരൻ പുറത്ത് നിൽക്കുന്ന പോലീസുകാരൻ ചോദിക്കുക. സാറേ, ഇവിടെ കിടന്ന് ബഹളവ, അകത്തോട്ട് വരണമെന്ന്. അവനെ ഇങ്ങോട്ട് കയറ്റി വിടണോ? അവൻ്റെ തിളപ്പ് ഞാൻ മാറ്റിക്കൊടുക്കാം. ശിവൻ അങ്ങോട്ട് കയറി വരുമ്പോൾ സോമശേഖരൻ, എന്താടാ ഇത് നിൻ്റെ അച്ചി വീടൊന്നും അല്ല ഇവിടെ കിടന്ന് ബഹളം വെക്കാൻ. ശിവൻ പറയാം, അച്ചിയെ തല്ലി ആളാവാൻ വേണ്ടി നടക്കുന്നതും അച്ചി വീട്ടിൽ പോയി ആഴ്ചയിൽ സീതനക്കാശിന് ബഹളം ഉണ്ടാക്കുന്നതും ആരാണെന്ന് ഞാൻ പേര് സഹിതം പറയണോ സാറേ? പറഞ്ഞാൽ സാറങ്ങ് നാറും. നാറിയാൽ പിന്നെ നാറ്റം പോകാനേ സാറി കയ്യിൽ കൊണ്ടെടുക്കാൻ ചെറിയ പെർഫ്യൂം ബോട്ടിലൊന്നും പോരാ. എടാ, നീ എൻ്റെ തട്ടകത്തിൽ കയറി നിന്നാ ഇതൊക്കെ പറയുന്നത് നീ ഓർത്തോണം. ഇത് തട്ടകമാ സാറേ. 8 സെക്കൻഡിനുള്ളിൽ ഈ ഭൂമി ഒന്ന് കുലുങ്ങിയാൽ തീരാവുന്ന തട്ടകമേ ഉള്ളു. അത് മനസ്സിലാക്കാതെയാ സാറിനെ പോലെ ഉള്ളവർ ഇവിടെ നിന്ന് പെരുമാറുന്നത്. ഞാനിവിടെ ആരെയും തല്ലാനോ കൊല്ലാനോ വന്നതല്ല. എനിക്ക് സത്യാമ്മയൊന്ന് കാണണം. നീ ആരാടാ, കൊച്ചി രാജാവിൻ്റെ കൊച്ചുമോനോ? സെല്ലിൽ കിടക്കുന്നവർക്കൊക്കെ ആശ്വാസവാക്കുകളുമായിട്ട് എത്താൻ? അതോ മഗ്ദലന മറിയത്തിൻ്റെ കണ്ണുനീരൊപ്പുന്ന വിശ്വസ്ത കിങ്കരനോ? ആരായാലും എൻ്റെ അനുവാദം വേണം. ആ അനുവാദം ആർക്ക് കൊടുത്താലും ഞാൻ നിനക്ക് തരത്തില്ല. ഈ ശിവൻ കാണാൻ വന്നതാണെങ്കിൽ ഞാൻ സത്യാമ്മയെ കണ്ടിട്ടേ പോകൂ. അവരുടെ മകൻ്റെ സ്ഥാനത്ത് ഞാനായതുകൊണ്ട് പെട്ടെന്ന് സോമശേഖരൻ അവിടെ നിൽക്കുന്ന പോലീസുകാരോട്, എടോ പിടിച്ചിറക്കടോ ഇവനെ അങ്ങോട്ട്. നമ്മുടെ ശിവൻ്റെ അടുത്ത് ആ പോലീസുകാരുടെ അഭ്യാസം. എല്ലാവരുടെ വളഞ്ഞിങ്ങനെ ശിവനെ മുറുക്ക പിടിച്ചെങ്കിലും ശിവൻ്റെ ഒരൊറ്റ തെളിന് അവരൊക്കെ ദൂരെയോട്ട് തെറിച്ച്. എന്നിട്ട് ശിവൻ നാണ്ട് സത്യാമ്മയുടെ എടുത്തിട്ട് പോവുക. സോമശേഖരൻ, എടോ അവനെ പിടിക്കടോ അങ്ങോട്ട് എന്ന് ശിവൻ സത്യാമ്മയെ കണ്ടുപറയാം. സത്യാമ്മ, ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നു. സത്യാമ്മ വിഷമിക്കേണ്ട, വേണ്ടത് നമുക്ക് ചെയ്യാം. അപ്പോഴേക്കും ആ പോലീസുകാരെല്ലാവരുടെ വന്ന് വീണ്ടും ശിവനെ ഇങ്ങനെ പിടിക്കുവാണ്. ശിവൻ വീണ്ടും അവന്മാരെ പിടിച്ച് എറിയുവാണ്. ഒറ്റ ഒരെണ്ണം അടുത്ത് പോയേക്കരുത്. എൻ്റെ നിയന്ത്രണം വിട്ട് നിൽക്കുവാൻ ഞാൻ. എനിക്ക് സത്യാമ്മയോട് സംസാരിക്കണം. എനിക്ക് സംസാരിച്ചേ പറ്റൂ. അപ്പോൾ ഡേ എന്നും പറഞ്ഞ് വേറെ ഒരു പോലീസുകാരൻ വരുന്നുണ്ട്. സത്യാമ്മ അത് കണ്ട്, അയ്യോ വേണ്ട, ഞാൻ പറഞ്ഞു വിട്ടോളാം. ശിവ, നീ എന്തിനാ എന്നെ കാണാൻ വേണ്ടി ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? ഞാൻ നിൻ്റെ ആരാ? ശിവൻ പറയാം, ആ ചോദ്യം ഞാൻ എന്നോട് തന്നെ പലവട്ടം ചോദിച്ചതാ. എനിക്ക് ഉത്തരവില്ല. പക്ഷേ കാണാതെ പോകാനും പറ്റില്ല. എടാ, അത് എന്തിൻ്റെ കാരണത്തിലാണെന്നാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നേ. അതിന് ഞാൻ നിൻ്റെ അമ്മയൊന്നും അല്ലല്ലോ. എടാ ആന്നോന്ന്. ശിവൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. സത്യാമ്മ അങ്ങനെ ചോദിച്ചത് ശിവന് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ ഹൃദയത്തിനുള്ളിൽ നിന്ന് വിഷ്ണുവിൻ്റെ ഹൃദയം തുടിക്കുവാണ്. ആ സത്യം ശിവനോ സത്യാമ്മയ്ക്കോ ആർക്കും തന്നെ അറിയില്ലല്ലോ. ഇനി എന്തുകൊണ്ടാണ് ശിവൻ തന്നെ ചിന്തിക്കും, ഞാൻ ഈ അച്ഛനെയും അമ്മയും ഇത്രയധികം സ്നേഹിക്കുന്നത്, ശാലിനിക്ക് വേണ്ട കെയറിങ് കൊടുക്കുന്നത്, പപ്പിമോളെ സത്യമോളെയും കാണുമ്പോൾ അത്രയ്ക്ക് വാത്സല്യം തോന്നുന്നത് എന്താണ്? ഇതെല്ലാം വെച്ച് ശിവൻ തന്നെ ഇനി കണ്ടുപിടിക്കുമോ അവന് ഹാർട്ട് ഓപ്പറേഷൻ നടന്നിരിക്കുന്നതും അങ്ങനെ വിഷ്ണുവിൻ്റെ ഹാർട്ടാണ് അവൻ്റെ ഉള്ളിലിരിക്കുന്നതെന്നും? അതൊക്കെ ഇനി അറിയാനായിട്ട് നമുക്ക് നാളത്തെ റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.